രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ കടുത്ത നടപടികളിലേക്ക് നേരിട്ട് നീങ്ങേണ്ടെന്ന് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നു. നിയമപരമായ തിരിച്ചടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തലിനെ തുടർന്നാണ് മുന്നിൽ നിന്നുള്ള പോരിൽ നിന്നും ഗവർണർ തൽക്കാലത്തേക്ക് പിന്മാറിയത്. അതേസമയം താൽക്കാലിക VC മോഹനൻ കുന്നുമ്മേൽ വഴി രജിസ്ട്രാർക്ക് മേലുള്ള പിടി കൂടുതൽ മുറുക്കുകയാണ്. രാജ്ഭവൻ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകളൊക്കെയും VC തിരിച്ചയച്ചിട്ടുണ്ട്. താൽക്കാലിക രജിസ്ട്രാർ മിനി കാപ്പൻ ഒപ്പിട്ട ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനം അടക്കം പിൻവലിക്കാനാണ് നിലവിൽ VCയുടെ നീക്കം. വിശദമായ റിപ്പോർട്ടിലേക്ക് ആദ്യം. കടുത്ത നിലപാടുകളിൽ നിന്നും ഗവർണർ പിന്മാറുന്നു. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കില്ല. സിൻഡിക്കേറ്റ് തീരുമാനം മറികടന്ന് രജിസ്ട്രാർക്കെതിരെ നടപടികളുമായി നീങ്ങിയാൽ നിയമപരമായി തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഗവർണറുടെ പിന്മാറ്റം. ചട്ടപ്രകാരം രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ VCക്ക് താരതമ്യേന കൂടുതൽ അധികാരമുണ്ട്. അതുകൊണ്ട് സർവകലാശാലയിലെ വിഷയങ്ങൾ VC തന്നെ കൈകാര്യം ചെയ്യുമെന്ന് ഗവർണറുടെ തന്ത്രപരമായ നിലപാട്. ഗവർണർ VCക്ക് ഗ്രീൻ സിഗ്നൽ നൽകി ബാക്ക് സീറ്റിലേക്ക് മാറിയതോടെ രജിസ്ട്രാറെ VCയുടെ അധികാരം ഉപയോഗിച്ച് വളഞ്ഞു പിടിക്കാനാണ് താൽക്കാലിക VC മോഹനൻ കുന്നുമ്മലിന്റെ നീക്കം. സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ ഉത്തരവ് റദ്ദ് ചെയ്തതിനു ശേഷം ചുമതലയിൽ തിരികെ പ്രവേശിച്ച രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ മോഹനൻ കുന്നുമ്മൽ തിരിച്ചയച്ചു. എന്നാൽ താൻ നിയോഗിച്ച രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ ഒപ്പിട്ട ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു. വരട്ടെ നോക്കാമെന്നാണ് ഇതിനോട് രജിസ്ട്രാർ അനിൽകുമാറിന്റെ പ്രതികരണം. സാറ് കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ ഒന്നും തന്നെ തുടർ നടപടിക്ക് വിധേയമാക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് VC നൽകിയിരിക്കുന്നത്. തീർന്നില്ല. തന്റെ നിർദ്ദേശം മറികടന്ന് രജിസ്ട്രാർ അനധികൃതമായി സർവകലാശാലയിൽ എത്തിയെന്ന് VC ചാൻസലറെ ഔദ്യോഗികമായി അറിയിച്ചു. രജിസ്ട്രാർ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനം പിൻവലിക്കാനുള്ള നീക്കവും VC തുടങ്ങി. സസ്പെൻഷനിലുള്ള KS അനിൽകുമാർ ഔദ്യോഗിക വാഹനം അനധികൃതമായി കൈവശം വയ്ക്കുകയാണെന്ന് കാട്ടി വാഹനം പിൻവലിക്കാനുള്ള സാധ്യത പരിശോധിക്കുകയാണ് താൽക്കാലിക VC. തന്റെ നിർദ്ദേശം മറികടന്ന് രജിസ്ട്രാറെ സർവകലാശാല ആസ്ഥാനത്ത് കയറ്റിയ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനും മോഹനൻ കുന്നുമ്മൽ ആലോചിക്കുന്നുണ്ട്. അതേസമയം ഒപ്പിട്ട ഫയലുകൾ VCയുടെ ഓഫീസ് മടക്കിയതിനു ശേഷവും രജിസ്ട്രാർ KS അനിൽകുമാർ ഫയലുകൾ നോക്കി തുടങ്ങി. ഇല്ലാത്ത അധികാരങ്ങളാണ് VC ഉപയോഗിക്കുന്നതെന്ന് കാട്ടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്ക് തന്നെ കത്ത് നൽകി. താൽക്കാലിക രജിസ്ട്രാറെ നിയമിച്ചത് നിയമവിരുദ്ധമാണെന്നും സിൻഡിക്കേറ്റ് യോഗം ഉടൻ വിളിക്കണമെന്നുമാണ് ആവശ്യം. ആരെങ്കിലും ഏതെങ്കിലും തെറ്റായ ഉത്തരവിൻ പ്രകാരം ഈ സർവകലാശാലയിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഫയൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സർവകലാശാലയുടെ തീരുമാനമായി മാറില്ല. അത്തരം പ്രവൃത്തി ചെയ്യുന്ന ആരായാലും എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും അവർ ഭാവിയിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. തർക്കമില്ല. ഇതിനിടെ വിലക്ക് ലംഘിച്ച് സർവകലാശാലയിൽ പ്രവേശിച്ചു എന്നാരോപിച്ച് രജിസ്ട്രാർക്കെതിരെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്ക് പരാതി നൽകി. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ തുടങ്ങിയ സംഘർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല തകരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് തുടങ്ങിയ സംഘർഷം ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും തടവിലാക്കിയിരിക്കുകയാണ്. ഗവർണറുടെ പരിപാടി വീണ്ടും ബഹിഷ്കരിച്ചു എന്ന വാർത്ത മന്ത്രി V ശിവൻകുട്ടി നിഷേധിച്ചു. മന്ത്രിസഭായോഗം നീണ്ടുപോയതിനാലാണ് ഇന്നലെ മാസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത്. നിലപാട് പറയേണ്ടിടത്ത് ചെല്ലാനും പറയാനുള്ളത് പറയാനും ഇന്നലെ മടിച്ചിട്ടില്ല. ഇന്ന് മടിക്കുന്നുമില്ല, നാളെ മടിക്കുകയില്ലെന്നും മന്ത്രി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.